ഗൈസ്, ചില സാങ്കേതിക തകരാറുകൾ മൂലം ഞാനിട്ട ലൊക്കേഷൻ മാറിപ്പോയിട്ട്. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ ഇപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. എന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പോഴാണ് ഞാൻ ഇത് കണ്ടോ, കറക്റ്റ് പരിപാടിയുടെ ദിവസം തന്നെ കുരു വന്നിട്ടുണ്ട്. നമുക്ക് പോയി ഫുഡ് കഴിച്ചതിന് ശേഷം പോയി കുളിക്കാം, അതാണ് പ്ലാൻ. ഗൈസ്, കഴിക്കാനായിട്ട് നമുക്കിതേ അരിപ്പത്തിരിയും ബീഫ് കറിയുമാണ് ഗൈസ്. കണ്ടു, ഒരു അരിപ്പത്തിരിയോ കരണ്ട് പോയി. ആഹാ ഗൈസ്, ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിതേ ഫുള്ള് ഒരുങ്ങിയിട്ടൊക്കെയുണ്ട്. ഒരുങ്ങി കഴിഞ്ഞ് ഞങ്ങളിതേ അമ്മമാൻ്റെ അത്തത്താൻ്റെ അടുത്ത് വന്നേക്കാണ്. ഇനി ഞാൻ ഐശാനെ സിനിമയെ കാണിച്ചു തരാം. എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇപ്പം ഇവിടെ ആയതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. ഈ കുറച്ച് അപ്പുറത്ത് പോകും, എൻ്റെ വീട്ടിൽ പോകും. അന്നേരം ഞങ്ങൾ കാണിച്ചു തരാം. ഐശാനെ സിനിമയെ കാണിച്ചു തരാം. ഐശ ഗൈസ്, ഐശ ഒരു പച്ച ഷർട്ടും ഒരു ജീൻസുമാണ് ഇന്നത്തെ ഈ വസ്ത്രം. സൈനബ് ഒരു സ്കൈ ബ്ലൂ ഫ്രോക്ക്. സൈന എന്ത് ഒന്നുമില്ല ഗൈസ്, ഫോണിൽ നോക്കാം. എന്നാലും സുന്ദരിമായിട്ടുണ്ട്, സുന്ദരിമ. ഞാനാണ് ഏറ്റവും സുന്ദരി, പക്ഷെ എനിക്ക് എന്നെ കാണിക്കാനായിട്ട് പറ്റുന്നില്ലാത്തൊരവസ്ഥയിലായത് കൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നില്ല ഗൈസ്. ഞാൻ തിരിച്ചതേ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവരൊക്കെ വന്നതേ ഉള്ളൂ. പിന്നെ ഇന്നൊരു വലിയൊരു സംഭവം ഉണ്ട് ഗൈസ്. ഇന്നൊരു വലിയൊരു ദിവസമാണ്, പെരുന്നാളാണ്. അതുപോലെ തന്നെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പം ആദ്യമായിട്ടാണ് പെരുന്നാളിൻ്റെ അന്ന് എനിക്ക് ബർത്ത്ഡേ വരുന്നത്. എനിക്കും അതെ, അത്തത്താക്കും അതെ. എൻ്റെ ഗ്രാൻഡ് ഫാദറിനെയാണ് അത്തത്താന്ന് ഞാൻ വിളിക്കുന്നത്. അത്തത്താടേയും ബർത്ത്ഡേ ആണ്. ഇപ്പം ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഇത്താണ് ഞാൻ ചുരിദാറും അവക സാധനങ്ങളൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സോ ദിസ് ഇസ് ദി ടോപ്പ് ആൻഡ് ഒരു ഫ്ലെയർ ഉള്ളൊരു പാൻറ്റാണ് ഇട്ടേക്കണത്. പാൻറ് ഞാനെങ്ങനെ കാണിച്ചിരും, പാൻറ് ഞാൻ എങ്ങനെ കാണിച്ചിരും ഗൈസ്? എനിക്കറിയില്ല പാൻറ് എങ്ങനെ കാണിച്ചിരുന്നത്. ഞാൻ എന്തായാലും കുറച്ചൊരു പാൻറ് കാണിച്ചാൽ. ബട്ട് ദിസ് ഇസ് ദ ടോപ്പ്. കണ്ട, ഇങ്ങനത്തെ ഒരു പാൻറ്റാണ് ഇട്ടേക്കണത്. ഇങ്ങനത്തെ ഒരു ലൂസ് ടോപ്പും. കാരണം എല്ലാ പെരുന്നാളിലും ഞാൻ ചുരിദാറാണ് ഇടാറ്. ആൻഡ് ഇത്തവണ കുറച്ച് വെസ്റ്റേണൈസ് ആവാമെന്ന് വിചാരിച്ചു. ഞാൻ കമ്മൽ ഊരി വെച്ചു ഗൈസ്. എനിക്ക് ഭയങ്കര ചെവി ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. ഞാനങ്ങനെ കമ്മലിടാത്തത് കാരണം കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞ് കമ്മലിട്ടപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഭയങ്കര ഇറിറ്റേഷൻ എടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ ഫാൻ്റെ ഒച്ചാറ് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ഈ ലിപ്സ്റ്റിക്ക് മാച്ച് ആവണില്ലേ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട് എനിക്ക്. സോ ഐം തിങ്കിങ് ഐ ഷുഡ് ചേഞ്ച് ദിസ് എന്ന് എനിക്ക് തോന്നുന്നു. മാറ്റിയേക്കാം ഗൈസ്, എന്തോ പോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമുക്കപ്പം ഞാൻ ഈ ലിപ്സ്റ്റിക്ക് മാറ്റിയിട്ട് വരാം ഗൈസ്. ഞാൻ പോയി ലിപ്സ്റ്റിക്കൊക്കെ മാറിയിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഉമ്മച്ചിയും വാപ്പച്ചിയും വരാൻ വേണ്ടി ലേറ്റായ കാരണം ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. മുടിയൊക്കെ ഒരുമാതിരി ഉണ്ട്, പക്ഷേ സാരില്ല, എന്തായാലും വണ്ടിക്കത്തും കയറി ഉറങ്ങാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മുടിയൊക്കെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഈ ലിപ്സ്റ്റിക്ക് ഈസ് മച്ച് ബെറ്റർ. നമുക്കപ്പോൾ പോവാം ഗൈസ്. നമ്മളിതേ ഇപ്പോൾ വണ്ടി നിർത്തിയിട്ടതേ ഐശതേ ഫുഡ് കഴിക്കാൻ പോകണം ഗൈസ്. ഫുഡ് കഴിക്കാൻ പോകണം. ഐശതേ ചോറ് ഇടുന്നതാണ് എല്ലാവർക്കും. എൻ്റെ പ്ലേറ്റ് ഇപ്പോൾ കിട്ടും ഗൈസ്. ഇന്ന് മട്ടൻ ബിരിയാണിയാണ്. കണ്ടോ, ഫസ്റ്റത്തെ ആളെ ഉമ്മച്ചിയാണ് ഗൈസ്. ഉമ്മച്ചിക്ക് എന്നിട്ട് കണ്ടു കാണാൻ വയ്യാന്നുള്ളതേ. അച്ചാറൊക്കെ മേടിച്ച് പരിഷ്കരിയെ കാണിച്ചു തരാം. സ്പൂണൊക്കെ കൊണ്ടാണ് കഴിക്കുന്നത്. ഞാൻ നല്ല നമ്മുടെ നാടിൻ്റെ കൈ കൊണ്ടാണ് ഗൈസ് കഴിക്കുന്നത്. കൈ കഴുകാൻ നേരത്ത് മനസ്സിലാവും. കുറേ കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്. നെയ്യാവും. ഗൈസ് ഇത് നോക്കിയേ, ഐഷയുടെ പ്ലേറ്റ് നോക്കി ഗൈസ്. ഐഷ മട്ടൻ പ്രേമിയാണ്. ഐഷയുടെ പ്ലേറ്റ് നിറച്ച് എല്ലൊക്കെ ഐഷയാണ് വിളമ്പിയത്. അപ്പൊ തന്നെ കാര്യങ്ങളിലൊരു കിടപ്പ് വശം മനസ്സിലായി ഗൈസ്. നിങ്ങൾ എൻ്റെ പ്ലേറ്റ് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പ്ലേറ്റ് ഇതേ ഏകദേശം ഈ ഒരു ഫലത്തിലായിരുന്നു ഇരുന്നിരുന്നത്. ഇതിനകത്തുനിന്ന് ഒരു എല്ല് മാത്രം അങ്ങോട്ട് പോയിട്ടുള്ളൂ, ബാക്കി മൊത്തം. പക്ഷെ അങ്ങോട്ട് നോക്കിയാ ആ ഡിസ്ക്രിമിനേഷൻ്റെ ഉള്ള മുഖം നോക്കിട്ട് പരിഷ്കാരി ഇന്ന് വല്ലതും തീരുമോ? ഇന്നാണ് കഴിക്കേണ്ടത്, ഇന്നാണ് പോവേണ്ടതും, ഇന്ന് നടക്കുമല്ലോ. പാവത്തിന്റെ എല്ലൊന്നും പിച്ചാൻ വയ്യാണ്ട് ആൾക്കാർ എല്ലാം പിച്ചാണ് കൊടുത്തത്. 2 വാക്ക് എന്തെങ്കിലും. ബിരിയാണി ഇഷ്ടപ്പെട്ടില്ലേ? കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടം കൊള്ളത്തില്ലേ ഗൈസ്? നമുക്ക് ഇന്നലെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ ഷാ?
2 വാക്ക് അതിനെ കുറിച്ച് പറയുന്നത്. ഐഷ അത് ഇട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങോട്ട് നോക്കിയിട്ടേ എന്താന്ന് പറയേ ഇതോ? ഗൈസ് നമുക്ക് റെയർ ബ്യൂട്ടിയുടെ ലിപ് ഗ്ലോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പ്ലസ് നമുക്കൊരു സാധനം കൂടെ കിട്ടിയില്ല, എന്തെങ്കിലും ബ്ലഷും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എനിക്കിപ്പോൾ കാണിച്ചു കേട്ടോ ഗൈസ്. ഐഷ ഇപ്പോൾ അത് ഇട്ടോണ്ടിരിക്കുകയാണ്. ഐഷ ലിപ് ലൈനറുമായിട്ടാണ് ഇട്ടേക്കണത്. ഐഷ ലുക്സ് റിയലി ക്യൂട്ട്. നേരിട്ട് ഐഷനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ആ കളർ നല്ലപോലെ ചെയ്തിരുന്നുണ്ട്. കാരണം ഐഷയ്ക്ക് ചുണ്ടിൽ അത്ര പിഗ്മെന്റേഷൻ ഇല്ല കണ്ട. പക്ഷെ ഞാൻ ഇട്ടിട്ട് ഇപ്പൊ വെളിച്ചടിക്കുമ്പോൾ ആ പിഗ്മെന്റേഷൻ അങ്ങ് മാറും. അപ്പൊ ഒന്ന് കാണാൻ പറ്റും. അല്ലെങ്കിൽ കണ്ട ഞാൻ കാണിച്ചു തരാം നിങ്ങള്. ഏതോ തിരക്കുള്ളവരെ പിറകിൽ വരുന്നുണ്ട് ഓണടിച്ചോണ്ടി. അപ്പൊ കണ്ട ഇവിടെയൊക്കെ എനിക്ക് പിഗ്മെന്റേഷൻ ഉള്ളത് കാരണം ലൈറ്റ് ഷെയ്ഡ്സോ എനിക്ക് അത്രക്ക് ചേർന്ന്. ഇതിൽ കുറച്ചുകൂടെ ഡാർക്കർ വേണ്ടി വരും. അടുത്ത സംഭവം എന്തേ കാണിച്ചിരിക്കേശ റെയർ ബ്യൂട്ടിയുടെ ബ്ലഷ് ആണ്. ഷെയ്ഡ് ഒരു ഭയങ്കര പ്രിട്ടി ഷെയ്ഡാണ്. പക്ഷെ എനിക്ക് ചേരുന്നില്ല. ഞാൻ ഇട്ടോക്കെ എനിക്ക് സൂട്ട് ആവുന്നില്ല. എനിക്ക് ഇതിന്റെ കുറച്ചും കൂടെ ഒരു റെഡ് ടോൺ അതിൽ വരണം. ബ്ലഷിന്റെ അതിൽ എപ്പോഴും ലൈറ്റ് വാങ്ങാൻ. പക്ഷെ ഐഷയ്ക്ക് നോക്കിക്കോട്ടോ, ലുക്സ് റിയലി ഗുഡ് ടോണർ. എനിക്ക് പക്ക ഷെയ്ഡാണ് ഗൈസ്. നല്ല കുലുക്കണ്ട്. നിങ്ങള് ചെയ്യണം. കാണാൻ പറ്റുന്നുണ്ടോ? ഇതേണ്ട് ഗൈസ്. ഐഷയുടെ മുഖത്ത് കണ്ണാടി ചെറുതായിട്ട് പൊക്കിയൊക്കെ കാണാൻ പറ്റുള്ളൂ. സായി പല്ലവിന്റെ ആ ചീക്സ് ഇല്ലേ, അതുപോലത്തെ എഫക്റ്റ് കൊണ്ടുവരാ. സായി പല്ലവിയെ പോലെ അല്ല, ഒട്ടുമല്ല. പക്ഷെ ആ ഒരു ചീക്ക് എഫക്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ചീക്സിന് എഫക്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് സാധനത്തിന്. നല്ല പക്ഷെ ലാസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ലാസ്റ്റ് ചെയ്യുന്നില്ല. ഗ്ലോസ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഗ്ലോസ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ടിംഗ്ലിംഗ് എഫക്ട് ഉണ്ട്. ഇത് ഗൈസ് ഇത് ലിപ്പ് ഓയിൽ പ്ലസ് ടിന്റ് ആണ്. തുടച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിന്റും കൂടെ ഉണ്ട്. ഐഷക്ക് ഇത് കുറച്ച് വ്യക്തത്തിൽ കാണാൻ പറ്റും തുടച്ചു കഴിയുമ്പോഴത്തേക്കും. പക്ഷെ ഞാൻ ഇട്ടിട്ട് എനിക്ക് തുടച്ചു കളഞ്ഞിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നെ തുടച്ചു കളഞ്ഞിട്ട് ഞാനൊന്നും കണ്ടില്ല ഗൈസ്. എന്നെ തുടച്ചു കളഞ്ഞിട്ട് അതിന് ചുണ്ട് മാത്രമേ കാണാൻ പറ്റുന്നുള്ളായിരുന്നു. അതുകൊണ്ട് ഞാനൊന്നും കണ്ടില്ല. പിന്നെ എൻ്റെ ഡ്രസ്സ് നിങ്ങൾ ടോപ്പ് കുറേ നേരമായിട്ട് കാണുന്നുണ്ട്. എനിക്ക് അടിയിലോട്ട് കാണിക്കാനുള്ളൊരു സാഹചര്യം അടിയിലോട്ട് കാണിക്കാനുള്ള സാഹചര്യം എനിക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മൾ എപ്പോഴും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ എത്തിയിട്ടാണ് ഇവിടെ എത്തിയെന്ന് നമ്മൾ പറയാറ്. നമ്മൾ മുന്നേ ആയിട്ട് പറയാറില്ല. ഞാൻ ഈ വീടിൻ്റെ മുന്നേ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് കുറച്ചിടത്തേക്ക് മറന്നു കളയണം. എന്നാലും എനിക്ക് ആ സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾ ഇവിടെ എത്തി ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അവിടെ എത്തിയതിന് ശേഷം ഞാൻ ഇവരാരെങ്കിലും കൊണ്ട് ബാക്ക് ക്യാമറ ഇട്ടിട്ട് ഇത് എന്താണിത് ഒരു ഫുള്ള് എടുത്തിട്ട് നിങ്ങളെ കാണിക്കണതായിരിക്കും. മുട്ടയെന്നൊക്കെ എന്നെ പറഞ്ഞ് ഞാൻ ഇവിടെ പരാമർശിക്കുകയാണ്. ഈ എൻ്റെ ഫോൺ സ്റ്റാൻഡ് എനിക്ക് അങ്ങനെ ട്രൈപ്പോഡൊന്നും ഇല്ല. എൻ്റെ ട്രൈപ്പോഡിന് ഞാൻ കാണിച്ചു തരാം. ബലം പിടിച്ചിരിക്കുന്ന കേസ് എൻ്റെ ട്രൈപ്പോഡ് ലൂസാക്കി സൈനബാണ് എൻ്റെ ട്രൈപ്പോഡ്. വണ്ടിയിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി സഹായിക്കണത് അവളാണ്. സോ ഇനി നമ്മൾ സ്ഥലത്ത് കമ്മീഷനല്ലോ വല്ല തരും കേട്ടോ. ഇനി സ്ഥലത്ത് എത്തിയതിന് ശേഷം ഞാൻ ബാക്കി കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ഈ അപ്പളാകുമ്പോൾ അവിടെ എണീക്കും. ഓക്കെ ബൈ ഗൈസ്. നമ്മുടെ സ്ഥലം എത്താറായിട്ടുണ്ട്. പക്ഷെ സ്ഥലത്തിൻ്റെ ആ കറക്റ്റ് അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിന്നാനൊന്നും കിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ സ്ഥലത്ത് നിർത്തിയിട്ട് ചിപ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. കട്ട്ലറ്റ് എനിക്കിപ്പോൾ കഴിക്കാനായിട്ട് അത്രയ്ക്കുള്ള വിശപ്പില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ബാഗിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കിതേ ഇത് കഴിക്കാനായിട്ട് എപ്പോഴും മൂടും ഉണ്ട് വയറും ഉണ്ട്. നമുക്കത് കഴിക്കാം. ടൊമാറ്റോ മുറുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ടൊമാറ്റോ മുറുക്ക് ഒരാടെ കഴിക്കേണ്ട പ്രാന്തായിരുന്നു. എല്ലാ ദിവസവും മേടിച്ച് കഴിക്കാൻ കോളേജിൽ പോയിട്ട് എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. ചിലത് ഉറക്കമാണ്. എന്തിന് ഞാനും ആയിഷയും അടി വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആയിഷ എന്നെ ടൊമാറ്റോ മുറുക്ക് പൊട്ടിച്ച് കഴിച്ചതിന്. ടൂറിനും ഉണ്ടായി. ശരിയാ, എന്റെ സാധനം ഞാൻ അവളെ വിളിച്ചു. അതെ, എല്ലാവർക്കും എന്നെ പേടിയാ. ഞാൻ ഇവിടുത്തെ പ്രമാണി. ഇനി ആ സ്ഥലം എത്തുമ്പോൾ ഞങ്ങൾ വീഡിയോ കാണിച്ചു തരാം ഗൈസ്. ചില സാങ്കേതിക തകരാറുകൾ മൂലം ഞാനിട്ട ലൊക്കേഷൻ മാറിപ്പോയിട്ട് ഇടുക്കി പോകേണ്ട നമ്മൾ കോതമംഗലത്ത് വന്ന് നിൽക്കുകയാണ്. ഒന്നും ചെയ്യാനില്ല ഇതിനെക്കുറിച്ച്. ഉമ്മ കിട്ടുന്ന ചാൻസിനൊക്കെ എന്നെ ഊക്കുന്നുണ്ടെങ്കിലും വാപ്പ കുറച്ച് സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ അതെ അവർ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നുണ്ട്. ദേ അല്ല, ഉമ്മച്ചിക്ക് തിന്നാനായിട്ട് കുറച്ച് സാധനങ്ങൾ കൊടുത്തിരിക്കുന്ന കാരണം കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കുമെന്ന് വിചാരിക്കാം.
ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ദേ സൈനബ്, ഐഷത്താത്തതേ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പ്രകൃതി രമണീയമായ സ്ഥലം. ഏതോ ആളും എനക്കും ഇല്ലാത്ത റോഡിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു ഗൈസ്. ടിപ്പിക്കൽ മലയാളി. രണ്ടാമതൊന്നും കൂടി ചിന്തിക്കും. കണ്ട ഗൈസ്, എന്നെ മെന്റലിയും ഇമോഷണലിയും ഉമ്മിച്ച് ടോർച്ചർ ചെയ്യുന്ന നിങ്ങൾ കണ്ടോ? അറിയാതൊരു വഴിയൊന്ന് തെറ്റിപ്പോയി. കണ്ടാ പാപ്പിച്ചാണെങ്കിൽ ചക്ക കാണാത്ത പോലെ ഗൈസ്. ഇവിടെ നിറയെ ചക്ക ആരും ഇല്ലാതെ ഉപേക്ഷിച്ചിട്ടേക്കുന്നു ഗൈസ്. കണ്ടോ അനാഥ ചക്കകൾ. അത് കണ്ടതേ അവിടെ നോക്കിയ ഗൈസ്. കണ്ടാ എങ്ങനെ തോന്നിയാ? എങ്ങനെ അതെ ഗൈസ്. കണ്ടാ അനാഥ ചക്കകൾ കൂട്ടം കൂടി കിടക്കുന്നു. ചക്കമരം ഗൈസ്. അതെ അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നതിന് ഇമോഷണൽ ടോർച്ചറിങ്. മാപ്സിനെ കാണിച്ചില്ലല്ലോ ഗൈസ്. ഡേ കൊള്ളാം, സുന്ദരനായിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലല്ലോ. ആ കൊള്ളാം. ഇത് കുറച്ചുകൂടി താത്തിക്കേ. ആ ഇതേണ്ട ഗൈസ്, ഇങ്ങനെ ഉണ്ട സെറ്റപ്പ് അല്ലേ? ഇതാണ് ടോപ്പ്. ടോപ്പിന് ഇവിടെ ഒരു പിടുത്തമുണ്ട് ഗൈസ്, അല്ലാതെ ഞാൻ ഇൻസേർട്ട് ചെയ്തിരിക്കണമല്ല. പിന്നെ പാൻറ്റിന് കുറച്ച് ഇറക്കം കൂടുതലാണ് ഗൈസ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം ഗൈസ്. മരത്തിൻ്റെ നടുക്ക് കൂടി വെള്ളം പോന്നു. വാവ്, ബ്യൂട്ടിഫുൾ. അവിടെ അതേ ഫോട്ടോഗ്രാഫി സെഷൻ നടക്കുന്നു ഗൈസ്. ഒരു മോഡൽ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതെ ഐശി ഇരുന്നും കിടന്നും അവളെ പുല്ല് ഉറപ്പിച്ചൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്ത് പോവാന്നറിയത് ഈ പൂക്കളാണ് മറ്റേ വീടിൽ അതുകൊണ്ടാക്കി ഗൈസ്. ഉമ്മിച്ചിയുടെ കുട്ടിത്തരം കണ്ടോ? പൂവൊക്കെ പറിച്ചോണ്ടിരിക്കുക റോട്ടിലത്തെ. ഈ പൂക്കളാണ് വാപ്പിച്ച് പറിച്ചു കൊടുത്തു. ഉമ്മച്ചി ഇതേ കുഞ്ഞൊന്ന് പിന്നെയും പറിക്കുന്നു. ഉമ്മ ഒന്ന് പറിക്കലൊക്കെ പോയിസണസാ. ചെവിയിൽ ഒരെണ്ണം വെച്ചോ, വെച്ചരട്ടെ ചെവിയിലൊന്ന്. ആഹാ, ഈനാമ്പച്ചിക്ക് മരപ്പട്ടി കൂട്ടുന്ന പറഞ്ഞ പോലെ ദേ പറിച്ചു കൊടുക്കുന്നു. ഉമ്മച്ചി ഇത് പിടിക്കുന്നു. ദേ കണ്ടാ റൊമാൻസ് കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ. ആ വരുന്നുണ്ട്. പാസ്റ്റും പ്രസന്റും കൂടെ ഒരേപോലെ പൂക്കൾ ഗൈസ്. നമുക്ക് കഴിച്ചു നോക്കാം. ഇത് കേടായതാണോ? ഗൈസ് അങ്ങനെ വഴി തെറ്റി എല്ലാം തെറ്റി നമ്മൾ ഫൈനലി സ്ഥലത്ത് തിരികെയാണ്. ബോജി പ്ലേസിൽ ഞാൻ കാണിച്ചിട്ട് ഫുൾ നല്ല കാറ്റാണ്, ക്ലൈമറ്റ് കേട്ടാ. ഐശ്വര്യ സൈന്യം വണ്ടിക്കണം തുടങ്ങാണ്. സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചില്ല. കണ്ട കിട്ടിക്കം വ്യൂ അല്ലേ ഗൈസ്? കണ്ടോ? പാറയുടെ പൊക്കത്തേക്കാണ്. ഇങ്ങനെ നമ്മൾ കയറി വന്നാൽ അങ്ങോട്ടേക്കൊക്കെ പോവാം ഗൈസ്. ആ വഴി നമ്മൾ സ്റ്റെപ്പ് കയറി ഇങ്ങനെ വന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ നിറച്ച് സ്റ്റെപ്പ് ഇട്ടേക്കാം. ആൻഡ് ദിസ് ഈസ് ദ വ്യൂ ഗൈസ്. ഉണ്ടോ? ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വ്യൂ ഫൈനലി ഞാൻ സ്ഥലത്ത് കൊണ്ടുവന്നു ഗൈസ്. വരെ കണ്ട നല്ല തണുപ്പുണ്ട്, നല്ല ചില്ലുണ്ട് ഗൈസ്. കുറച്ചും കൂടെ ഇരുട്ടുമ്പോഴത്തേക്ക് നല്ലപോലെ തണുപ്പും, നല്ല തണുപ്പും കാറ്റും അടിപൊളി വ്യൂവും മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തകർത്തേനെ. ഐഷേ സൈനബും കൂടെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയിട്ട് അവസാനം നമ്മൾ തൊടുപുഴയിലുള്ള അജ്മൽ ബിസിൻ്റെ അവിടെ നിന്ന് ചിക്കിങ് മേടിച്ചിട്ടുണ്ട്. ഇവർക്ക് കുറച്ച് സ്ട്രിപ്സ് മേടിച്ചെടുത്തിട്ടുണ്ട്. കണ്ട ഞാൻ ലെഗ് പീസാ ലെഗ് പീസ് എടുത്തിരിക്കുന്ന ഐഷയുടെ മുഖം നോക്കിയാൽ ഓഫ് എന്താ ഒരു സന്തോഷം ഗൈസ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി വീട്ടിൽ വന്നിട്ട് കിടന്ന് ഉറങ്ങി. ഞാനാണെങ്കിലും ലൈക്ക് വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം അടുത്ത ദിവസം രാവിലെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാവിലെ അല്ലേ ഉച്ചയായിട്ടുണ്ട്, 3 മണിയാകുന്നുണ്ട്. അപ്പം ഇന്നലത്തേക്ക് അത്രയേ ഉള്ളൂ. നമ്മുടെ ഈദ് വ്ലോഗ് ഇത്രയും നടന്നിട്ടുള്ളൂ. അപ്പം ഓക്കെ ബൈ.